ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുടങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചമ്മന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായിട്ടോ നമ്മൾ മീൻ പിടുത്തം വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. എന്നാ ഹായ് അണിച്ചേക്ക്. ഹായ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് റോയി. എത്ര വർഷമായിട്ട് മീൻ പിടിക്കുന്നുണ്ട്? 3-5 വർഷമായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല അല്ലേ? മീനുള്ള കൊളോണ മീൻ കിട്ടുന്നുണ്ട്. എത്ര കിലോ വരെ പിടിച്ചിട്ടുണ്ട് മീനിനെ? ഒരു 10 കിലോ വരെ പിടിച്ചിട്ടുണ്ടോ ചൂണ്ടല്? കിട്ടിയിട്ടുണ്ടോ? ആണോ? ചെറുതും വലുതും എല്ലാം ആയിട്ട്. ഏത് മീനിനെ പിടിച്ചേ? സിലോപ്പിയാണ് കൂടുതൽ പിടിക്കുന്നത്. സിലോപ്പിയ അല്ലേ? ഏറ്റവും കുറവ് കിട്ടുന്നയോ? കുറവ് മുഷി, കട്ട്ള അങ്ങനെയൊക്കെയാ. ഇപ്പൊ അതൊന്നും ഇല്ല, കാണുന്നില്ല. മീനില്ല. ഇല്ലല്ലേ? ഇപ്പൊ എത്ര മീനെ കിട്ടി? ഇപ്പൊ 4 കിട്ടി. 4 കിട്ടി. നല്ല സൈസാണോ? ബക്കറ്റിൽ കിടപ്പുണ്ട്. നല്ല സൈസാണോ? അല്ല, ഇത് ഇല്ല, നല്ല സൈസ് അല്ല, ചെറുതാണ്. ഇത് ബക്കറ്റിൽ കിടപ്പുണ്ട്. ഇനി വലുതിനെ കിട്ടുമോ? പിന്നെ വലുതിനെ കിട്ടും അല്ലേ? നമ്മൾ പിടിക്കും. സ്രാവിനെ പിടിക്കും. സ്രാവിനെ അല്ലേ? കൊമ്പൻ സ്രാവിനെ പിടിക്കാൻ പോവാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന്. പറയുമ്പോൾ നമ്മുടെ പപ്പയാണ് കേട്ടോ. ഞാൻ തെരണ്ടിയാ പിടിക്കാൻ പോകുന്നത് കേട്ടോ. തെരണ്ടി, ഇതൊരു തെരണ്ടി കിടപ്പുണ്ട്. നമ്മൾ വലിയ കടലിന്റെ അടുത്താണ് കേട്ടോ. ഇതിനകത്ത് ആമയും പിന്നെ മുതലൊക്കെ കിടപ്പുണ്ട്. ഇന്നലെ നിങ്ങൾ മാറി എന്നാണ് പിടിക്കുന്നത്. പിന്നെ നമ്മൾ ചാടി ഓടാമല്ലോ. ഒരു ഹായ് കാണിച്ചേക്ക്. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ ഇതേ ഞാനും കൂടെ മീൻ പിടിക്കാൻ പോവാണ്. അപ്പൊ മീൻ എത്ര വലിയത് കിട്ടുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ല കേട്ടോ. നല്ല വലുപ്പമുള്ള മീനൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ കൊമ്പനെയൊക്കെ നമ്മൾ ഇതിനകത്തിരുന്ന് പൊക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ 4 കൊമ്പന്മാരാണ് വന്നിരിക്കുന്നത് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എത്ര കൊമ്പന്മാരെ ഇതിനകത്തിരുന്ന് പൊക്കുമെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കണം കേട്ടോ. കുറേ ദിവസം കഴിഞ്ഞാണ് നമ്മൾ മീൻ പിടുത്ത വീഡിയോ വരുന്നത്. ഇപ്പോൾ ഒക്കെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ കുളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. പിന്നെ നല്ല മീൻ അടിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ മീൻ കിട്ടും. വെറൈറ്റി മീനൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മീൻ പിടിച്ചാലോ. അപ്പോൾ ഫ്രണ്ട് ഫസ്റ്റ് ആയിട്ട് ഇതേ നമ്മൾ ചൂണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കൊത്തുണ്ട്. ഇപ്പോൾ വെയിൽ കുറഞ്ഞു വരുന്ന സമയത്താണ് നല്ല മീൻ നല്ലതായിട്ട് കൊത്തുന്നത്. ഇപ്പോൾ റെബിന് ഇതൊക്കെ എല്ലാവരും വരിയായിട്ട് ഇങ്ങനെ ചൂണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ, നമ്മുടെ മുളയിലാണ് നമ്മൾ ചൂണ്ട ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പാറമട എന്ന് പറയുന്നത്. നല്ല വലുപ്പമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ വെള്ളമൊക്കെ അതിൻ്റെ മണ്ട വരെ കിടന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ആ പാറ വരെ കിടന്നതാണ്. പക്ഷെ അത്രയും വെയിലടിച്ചുകൊണ്ട് അത്രയും കുറഞ്ഞു പോയി. ഇനി ഒരു മഴ വരുവാണെങ്കിൽ ഫുൾ അങ്ങ് നിറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മീൻ കഴിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇത്രയും മീൻ പിടിച്ചു കേട്ടോ. ഇനിയും നമുക്ക് വലിയ കൊമ്പന്മാരെയൊക്കെ നമ്മൾ അടിക്കാൻ കിടക്കുക. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. എല്ലാ വരിയായിട്ട് എല്ലാ കൊമ്പന്മാരും കൊമ്പൻ മീനിനെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ എത്ര വലിയ കൊമ്പനായാലും റോജേട്ടൻ പിടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കാം, ഏത് നിമിഷവും നമ്മൾ ആ കൊമ്പനെ പൊക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് നല്ല മുഴുത്ത മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് മിക്കവാറും കൊമ്പള വരാനുണ്ട് കേട്ടോ. അത്ര വലിയ മീനൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ റെബിന് ഒരു മീനിനെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ തിലോപ്പിയ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു കുഞ്ഞു മീനാണ്. ഇതിനെ നമ്മളത് ബക്കറ്റിനകത്ത് ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും വരിയായിട്ട് ഇനി മീൻ അടിക്കുന്നത് ഞാനും കൂടെ ചൂണ്ട എറിഞ്ഞ് നോക്കുവാണ് കേട്ടോ. നമുക്ക് മീനെ കിട്ടുമോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഫസ്റ്റ് ഞാൻ മീൻ ചൂണ്ട ഇടുവാണ്. അപ്പോൾ മീനെ കിട്ടുമോ നോക്കാം. ആരും മീനിനെ പിടിക്കുന്ന ഒരു പ്രതീക്ഷയില്ല കേട്ടോ. ഇത് ഞങ്ങൾ 4 പേര് മാത്രം ഉണ്ട് കേട്ടോ. ഇനി റെബിൻ ചൂണ്ടയിടാൻ റെഡി ആയിട്ടുണ്ട്. മറ്റേ വിര കോർത്ത് നമ്മൾ ഓരോ പ്രാവശ്യം ഇടുന്നുണ്ട് കേട്ടോ. അടുത്ത മീനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലക്കിന് കിട്ടി കേട്ടോ, ഇല്ലെങ്കിൽ ഇപ്പോൾ പോയേനെ. ഇത് കണ്ടില്ലേ, നല്ല അത്യാവശ്യം ഒരു 150 ഗ്രാമുള്ള ഒരു മീൻ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ കണ്ടില്ലേ, ഒരു തിലോപ്പിയ തന്നെ. ഇതും തിലോപ്പിയാണ്, കൂടുതൽ തിലോപ്പിയാണ് നമുക്ക് ഈ കുളത്തിൽ നിന്ന് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇനി ഇതിനെയും വലുത് തന്നെ ഇതിനകത്തുണ്ട്. പക്ഷേ ഇനി കിട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. കാരണം വൈകുന്നേരമാണ് മീൻ കൂടുതൽ നേരം അടിക്കാനുള്ളത്. അപ്പോൾ വെയിൽ കുറഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ക്യാമറയ്ക്കകത്ത്. അപ്പോൾ അടുത്ത മീൻ ആര് പൊക്കും ആര് ഇത് ചെയ്യുന്ന അറിയത്തില്ല. അടുത്ത മീൻ ഞാൻ തന്നെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റോയ് ചേട്ടനൊക്കെ എപ്പം പൊക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കണ്ടില്ലേ, ഇതും തിലോപ്പിയ തന്നെയാണ്. അപ്പോൾ അടുത്ത് റോയ് ചേട്ടൻ റെഡി ആയിട്ടുണ്ട്, അടുത്ത് റെബിൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ചൂണ്ടയിട്ട് ആര് കൊമ്പനെ പിടിക്കും നമുക്കൊന്നും ഒരു പ്രതീക്ഷയില്ല കേട്ടോ. പിന്നെ ഈ പാറമടയിൽ വൈകുന്നേരം ആകും തോറും ഇങ്ങനെ മീനൊക്കെ പൊങ്ങി വരാൻ തുടങ്ങും. മീൻ ഈ വെയിലായതുകൊണ്ട് ഏറ്റവും അടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി താഴ്ച കൂടിയിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ ചൂണ്ട സൂചി മറ്റേ നൂലൊക്കെ കെട്ടിയിട്ടേക്കുന്നത്. അടുത്ത മീൻ തന്നെ റെവിയും പൊക്കിയിട്ടുണ്ട്. എന്നായാലും മീഡിയം സൈസൊന്നും പറയാൻ പറ്റില്ല, ഏറ്റവും കുഞ്ഞാണ് കേട്ടോ. ഇതിനെയൊക്കെ നമ്മൾ എന്നായാലും നമ്മൾ ഇടുവാണ്, കുളത്തിനകത്ത് ഇടുന്നില്ല. കാരണം ആ ചൂണ്ട കൊളുത്തി ഇട്ടുകൊണ്ട് ചിലപ്പോൾ അത് വിട്ടാലും ചാകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അടുത്ത മീനെ ഞാൻ തന്നെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത മീനെ വരിയായിട്ട് എല്ലാവരും പൊക്കുന്നതായിരിക്കും. ഇതും ഏറ്റവും കുഞ്ഞു സൈസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അടുത്ത് നമ്മുടെ റോയ് ചേട്ടൻ പൊക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഒരു 100 ഗ്രാമുള്ള ഒരു തിലോപ്പിയ തന്നെയാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കരിമീനുണ്ട്, കുറേ നാടൻ മീനുകളൊക്കെ നമ്മുടെ ഈ ഒരു പാറമടയ്ക്കകത്തുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വീഡിയോക്കകത്ത് കുറേ വീഡിയോസിനകത്ത് നമ്മൾ പാറമടയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, കുറേ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത തിലോപ്പിയനെ പൊക്കിയിട്ടുണ്ട്. കൂടുതലിനകത്ത് തിലോപ്പിയാണ്. പിന്നെ പള്ളത്തിയുണ്ട്, വരാലുണ്ട്. പിന്നെ ഈ പാറമടയ്ക്കകത്ത് കുറേ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതാണെന്നറിയോ, ഗപ്പികളാണ് കേട്ടോ. മൊത്തം ഗപ്പികളാണ്, ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് കുറേ ഗപ്പി. എത്ര പിടിച്ചാലും തീരത്തില്ല, അത്രയും ഉണ്ട് കേട്ടോ.
നമ്മൾ എത്ര വേണമെങ്കിൽ ഒന്ന് പിടിച്ചുകൊണ്ട് പോകാം കേട്ടോ. നമ്മൾ ഗപ്പി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കൊതുകിനെയൊക്കെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ കൊതുകൊന്നും കൂടത്തില്ല കേട്ടോ. ഇതേ അടുത്ത മീൻ നമ്മുടെ റോയിച്ചേട്ടൻ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീൻ തന്നെയാണിത്, നമുക്ക് പറയാൻ പറ്റും. അടുത്ത് നോക്കിയേ, ഇതേ നമ്മൾ വരിവരിയായിട്ട് ഇങ്ങനെ ചൂണ്ടയിടുവാണ്. അപ്പം നിരന്ന് നിൽക്കുവാണെങ്കിൽ മീൻ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പാറമട ചുറ്റി ഇങ്ങനെ വരും. ഏറ്റവും അടിയിലാണ് മീൻ കിടക്കുന്നത്, വെയിലായതുകൊണ്ട് പൊങ്ങി വരത്തില്ല. അപ്പോൾ നമ്മൾ താഴ്ചയായിട്ട് ഇടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മീൻ കൊത്തി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതേ അടുത്ത മീനെ പൊക്കിയിട്ടുണ്ട് റോയിച്ചേട്ടൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ആരൊക്കെ എന്നാ വലിയ മീൻ പിടിക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പിടിച്ചെടുത്തുകൊണ്ട് വന്ന്. ഇത് കണ്ടില്ലേ, എങ്ങനെ ഒരു 200 ഗ്രാം 250 ഗ്രാം നല്ല വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. അതിലും കൂടുതൽ നമ്മുടെ ഈ ഒരു പാറമടയ്ക്കകത്തുണ്ട് കേട്ടോ. അതിലും കൂടെ വലിപ്പം എന്ന് പറയുമ്പോൾ നല്ല സൈസുള്ള സാധനം ഇതിനകത്തുണ്ട്. പക്ഷേ അത് ചൂണ്ടയിൽ കിട്ടുമെന്ന് അറിയത്തില്ല. കുറേ എണ്ണം നമ്മൾ ചൂണ്ടയിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോയായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ടായിരുന്നു, കണ്ടില്ലേ. ഇതേ അടുത്ത മീനൊക്കെ ഞാൻ പൊക്കുന്നുണ്ട്. ഇങ്ങനെ പടേ എന്ന് പറഞ്ഞ് ഇങ്ങനെ മീൻ അടിക്കണം കേട്ടോ. ആരെങ്കിലും ഇങ്ങനെയൊക്കെ മീനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വെക്കേഷൻ സമയമായതുകൊണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. അപ്പോൾ വെയിലൊക്കെ ഇല്ല, അപ്പോൾ പാറമടയൊക്കെ നല്ലപോലെ വറ്റി മീനൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേ ഇപ്പോൾ അടുപ്പിച്ച് റോയിച്ചേട്ടനാണ് കേട്ടോ നമ്മുടെ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഇനി ബക്കറ്റ് മൊത്തം നിറയ്ക്കാൻ പോവാണ്. എങ്ങനെ ഒരു കാൽഫായെങ്കിലും ആയി കാണും കേട്ടോ. ഇപ്പം തന്നെ ഇത് കണ്ടില്ല, അടുത്ത റിബിൻ ചൂണ്ട ഇടുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ 3 പേര് ചൂണ്ട ഇടുന്നുണ്ട്. പപ്പ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ ഒരു എന്ന് പറയുമ്പോൾ ആറൊന്നും അത്രയായിട്ട് കൂടുതലായിട്ട് ഇല്ലാത്തതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇവിടെ പാടമറയാണ് ഏറ്റവും വലിപ്പമുള്ള ഒരു കുളം എന്ന് പറയുമ്പോൾ. പിന്നെ ഇപ്പോഴത്തെ തോട് മൊത്തം വറ്റി കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് മീനൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര സാധ്യത കുറവാണ്. പിന്നെ നല്ല മഴക്കാലം ജൂൺ മാസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ തോടൊക്കെ നിറഞ്ഞ് നല്ലപോലെ ഒഴുകാൻ തുടങ്ങും. അന്നേരം കുറേ മീനിനെ കിട്ടും കേട്ടോ. ഇതേ ഇപ്പം നമ്മൾ അടുത്ത മീനെ പൊക്കിയിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ല, എങ്ങനെ ഒരു 1/2 കിലോ സൈസ് ഉണ്ട് കേട്ടോ ഈ മീൻ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ ഒരു 1/2 കിലോ സൈസ് ഉണ്ട് ഈ മീൻ. നിങ്ങൾക്ക് വീഡിയോക്കകത്ത് കാണാൻ അത്രയും ചെറുതാണ് കേട്ടോ. നമ്മൾ പിടിക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നമ്മുടെ ചൂണ്ടയും അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനിതുപോലെ ചെയ്തെടുത്തേക്കുന്നതാണ്. ഇങ്ങനെ മീൻ കൊത്തുമ്പോൾ തന്നെ ഒരുമാതിരി തനി ഫീലിംഗ് കിട്ടും കേട്ടോ. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അത് അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പോൾ ഈ മീൻ പിടുത്തം എന്ന് പറയുമ്പോൾ തനി ഫീലിംഗ് തന്നെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു 4-5 പേര് ചേർന്ന് ഇങ്ങനെ കൂട്ടമായിട്ട് വരിവരിയായിട്ട് നിന്ന് ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇടുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഇങ്ങനെ മീൻ വരിവരിയായിട്ട് കൊത്തുമ്പോൾ ഇല്ലേ ഒരു ഫീലിംഗ് ഇല്ല. മീനെ കിട്ടിയില്ലെങ്കിലും നമ്മളൊരു മീൻ തീറ്റ ഇട്ട് കൊടുക്കുന്ന ഒരു സന്തോഷമില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ആരൊക്കെ ഇങ്ങനെയൊക്കെ കൂട്ടമായിട്ട് നിന്ന് മീനൊക്കെ പിടിച്ചിട്ടൊന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് അടുത്ത മീൻ തന്നെ ഞാൻ പൊക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാ മീനെ നമുക്ക് നോക്കാം കേട്ടോ. അതെ അടുത്ത മീൻ തിലോപ്പിയ തന്നെയാണ് കേട്ടോ. തിലോപ്പിയാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടാറുള്ളത്. ഇത് ഏറെക്കുറെ ഒരു 10-75 ഗ്രാം അത്രയും ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത സൈസാണ്. ഇതിലും കൂടിയ സൈസൊക്കെ നമ്മുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇനി നമ്മൾ ഉടനെ അതിനെ പൊക്കുന്നതായിരിക്കും. പക്ഷേ അത് നമ്മുടെ ചൂണ്ടയൊക്കെ അത് പൊട്ടിച്ചുകൊണ്ട് പോകും. നമ്മൾ മറ്റേ സ്പൈഡറൊക്കെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ കിട്ടാറൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതേ അടുത്ത് തന്നെ നമ്മുടെ റോയിച്ചേട്ടൻ പൊക്കിയതുണ്ട്. അയ്യോ കിട്ടി ഇപ്പോൾ പോയെന്ന് ഓർത്താണ് കേട്ടോ എല്ലാവരും. പക്ഷേ ഭാഗ്യത്തിന് ആ മീൻ അതേ എടുത്തിട്ടുണ്ട് കയ്യിലായിട്ട്. ഏറെക്കുറെ ഒരു 100-150 ഗ്രാം കാണും കേട്ടോ. അപ്പോൾ മീൻ ഇതൊക്കെ കുഴപ്പമില്ലാത്ത സൈസാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വിടുന്നില്ല, നമ്മളിത് മൊത്തം ഫ്രൈ അടിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.